വാട്സാപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ ഭീതി വളർത്തുകയും ചെയ്യുന്ന നടപടികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ വാഹനമോഷണവും സ്ത്രീകളുടെ കാറുകൾ തടഞ്ഞ് ആക്രമണവും നടത്തുന്നതായി വ്യാപക പ്രചാരണം വാട്സാപ്പ് വഴി നടന്നിരുന്നു. ഇത്തരം സംഭവങ്ങൾ സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചാരണവും നടന്നിരുന്നു. 34ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം സമാപിച്ചു. 12.27 ലക്ഷം പേർ 11 ദിവസം നീണ്ട പുസ്തകോത്സവത്തിൽ എത്തി. 13.5 കോടി ദിർഹത്തിന്റെ പുസ്തക കച്ചവടം മേളയിൽ നടന്നതായും സംഘാടക സമിതി അറിയിച്ചു. ലിഖിതാക്ഷരത്തിന്റെ സ്നേഹത്തിന് എന്ന പ്രമേയമുയർത്തിയാണ് ഷാർജയിൽ അന്താരാഷ്ട്ര പുസ്തകമേള സംഘടിപ്പിച്ചത്. 11 ദിവസങ്ങളിലായി നടന്ന പുസ്തകമേള അക്ഷരാർത്ഥത്തിൽ ഒരു ചരിത്ര സംഭവമായി മാറി. 34ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എത്തിയവരുടെ എണ്ണം തന്നെ ഇത് സൂചിപ്പിക്കുന്നു. 12,27,000-ലേറെ പേരാണ് പുസ്തകോത്സവത്തിലെത്തിയത്. നവംബർ 4-ന് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസലും ചേർന്നാണ് പുസ്തകമേള ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ പുസ്തകോത്സവം അവസാനിക്കും വരെയും അണമുറിയാതെ പുസ്തക പ്രേമികൾ ഷാർജ എക്സ്പോ സെന്ററിലേക്ക് എത്തി. 64 രാജ്യങ്ങളിൽ നിന്നുള്ള 1546 പ്രസാധകരാണ് മേളയിൽ പുസ്തകങ്ങൾ ഒരുക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പ്രസാധകരും മേളയിൽ സജീവമായിരുന്നു. മലയാളത്തിലെ സാന്നിധ്യം ഷാർജ പുസ്തകോത്സവത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. പുസ്തക പ്രസാധകരെ കൂടാതെ മലയാളത്തിൽ നിന്നുള്ള എഴുത്തുകാരും കലാ സാംസ്കാരിക പ്രവർത്തകരും മേളയുടെ വിവിധ ദിവസങ്ങളിൽ നടന്ന പരിപാടികളിൽ പങ്കെടുത്തു. പ്രവാസി മലയാളികളുടെ സാന്നിധ്യം പുസ്തകമേളയുടെ ഓരോ ദിവസങ്ങളെയും സജീവമാക്കി. ഒരു ഉത്സവത്തിലേക്കെന്ന വണ്ണം മലയാളികൾ പുസ്തകമേളയിലേക്ക് ഒഴുകിയെത്തി. അറബ് സാംസ്കാരിക പട്ടണമെന്ന ഖ്യാതി നിലനിർത്തുന്നതായിരുന്നു 11 ദിവസമായി നടന്ന പുസ്തകോത്സവം. പുസ്തകങ്ങളെയും വായനയെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു 34ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ടി ജമാലുദ്ദീൻ, ദുബായ്. കുവൈറ്റിലെ തൊഴിൽ ശക്തിയിൽ ഇന്ത്യക്കാർ മുന്നിൽ, തൊട്ടുപിന്നാലെ ഈജിപ്ത്. തൊഴിൽ ശക്തിയിൽ വിദേശികളുടെ എണ്ണം കുറയ്ക്കാൻ പദ്ധതി കുവൈറ്റ് തയ്യാറാക്കുന്നുണ്ട്. കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലുമായി 4,54,813 ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം ഈജിപ്തുകാരാണ്. 4,19,000 ഈജിപ്തുകാരാണ് ജോലി ചെയ്യുന്നത്. മൂന്നാം സ്ഥാനം കുവൈറ്റി പൗരന്മാർക്ക്. 3,53,818 കുവൈറ്റി പൗരന്മാരാണ് കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. പുത്തൻ വാഹനങ്ങളുടെ വിസ്മയമൊരുക്കിയ 13ാമത് ദുബായ് അന്താരാഷ്ട്ര മോട്ടോർ ഷോ സമാപിച്ചു. ആഡംബര കാറുകളുടെ ഏറ്റവും പുതിയ മോഡലുകൾ പുറത്തിറക്കിയ ഷോയിൽ ലോകത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളും എത്തിയിരുന്നു. ലോകത്തിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളെല്ലാം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വാഹന പ്രദർശന മേളയാണ് ദുബായ് മോട്ടോർ ഷോ. 1989-ൽ ആരംഭിച്ച ദുബായ് മോട്ടോർ ഷോ പടിപടിയായി വളർന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന പ്രദർശന മേളയായി മാറിയിരിക്കുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ 5 ദിവസങ്ങളിലായി നടന്ന മേളയിൽ 600-ലേറെ പുതുപുത്തൻ കാറുകളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. റോൾസ് റോയ്സ്, BMW, വോക്സ്വാഗൻ, ലാൻഡ് റോവർ, കാഡിലാക്, ടൊയോട്ട, ഫെറാരി, അൽഫ റോമിയോ, ആസ്റ്റൺ മാർട്ടിൻ, ഓഡി, ജാഗോർ, മിറ്റ്സുബിഷി തുടങ്ങി 150ഓളം കാർ കമ്പനികൾ മേളയിലെത്തിയിരുന്നു. നിരവധി കാറുകളുടെ ആഗോള ലോഞ്ചിങ്ങിനും ദുബായ് അന്താരാഷ്ട്ര മോട്ടോർ ഷോ സാക്ഷ്യം വഹിച്ചു. ആരുടെയും മനം കവരുന്ന മോഡലുകളാണ് കമ്പനികൾ മോട്ടോർ ഷോയിൽ ഒരുക്കുന്നത്. ബെൻസ് ഇറക്കിയ ഏറ്റവും പുതിയ SUV ഏറെ ശ്രദ്ധ നേടി. 2 വർഷത്തിലൊരിക്കൽ ദുബായിൽ നടക്കുന്ന മോട്ടോർ ഷോ മിഡിൽ ഈസ്റ്റിലെ വാഹന രംഗത്തും പുതിയ ഉണർവാണ് ഉണ്ടാക്കിയത്. കാറുകൾക്ക് പുറമെ സ്പോർട്സ് ബൈക്കുകളും മോട്ടോർ ഷോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് പേരാണ് 5 ദിവസമായി നടന്ന മോട്ടോർ ഷോ കാണാനെത്തിയിരുന്നത്. പൊതുജനങ്ങളെ കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹന വിദഗ്ധരും മേളയിലെത്തി. മിഡിൽ ഈസ്റ്റിലെ വാഹന വിപണിയിൽ ദുബായിയുടെ നിർണായകമായ സ്ഥാനം അടയാളപ്പെടുത്തിയാണ് ദുബായ് മോട്ടോർ ഷോക്ക് സമാപനമായത്. ടി ജമാലുദ്ദീൻ, ദുബായ്. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന് റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളും തൊഴിലുടമകളും തമ്മിൽ നേരിട്ട് ഓൺലൈൻ മുഖേന ബന്ധപ്പെടുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം വക്താവ് ഖാലിദ് അബാഖിൽ വ്യക്തമാക്കി. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന് റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളും തൊഴിലുടമകളും തമ്മിൽ നേരിട്ട് ഓൺലൈൻ മുഖേന ബന്ധപ്പെടുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു.
ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന് ഈ പദ്ധതി സഹായകരമാകും. വിസ ഇഷ്യൂ ചെയ്യൽ അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം റിക്രൂട്ട്മെന്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ തൊഴിലുടമകൾക്ക് സാധിക്കും. വേലക്കാരികളെ കിട്ടാനില്ലാത്തതിനാൽ 30% സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. അതേസമയം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുവേലക്കാരികളെ റിക്രൂട്ട് ചെയ്യാൻ പ്രയാസമായതിനാൽ സൗദിയിലെ പല റിക്രൂട്ട്മെന്റ് ഓഫീസുകളും പ്രതിസന്ധിയിലാണ്. പുറം രാജ്യങ്ങളിൽ നിന്നും വേലക്കാരികളെ ലഭിക്കാത്തതും തൊഴിൽ മന്ത്രാലയത്തിന്റെ നിബന്ധനകളും 30% റിക്രൂട്ട്മെന്റ് ഓഫീസുകളും അടച്ചുപൂട്ടേണ്ടി വന്നതായി ഈ രംഗത്തുള്ളവർ പറഞ്ഞു. 60 ദിവസത്തിനുള്ളിൽ വേലക്കാരികളെ നൽകിയിരിക്കണം എന്നതാണ് വ്യവസ്ഥ. ഈ ദിവസത്തിനകം വേലക്കാരികളെ നൽകാത്ത സ്ഥാപനങ്ങൾ ഇടപാടുകാർക്ക് നഷ്ടപരിഹാരം നൽകണം. നഷ്ടം മൂലം പല സ്ഥാപനങ്ങളും മുന്നോട്ടു പോകാൻ കഴിയാതായതോടെ അടച്ചുപൂട്ടേണ്ടി വന്നതായി സൗദി റിക്രൂട്ട്മെന്റ് ഓഫീസ് സമിതി വക്താവ് അറിയിച്ചു. തൊഴിൽ മന്ത്രാലയത്തിനെതിരെ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ നൽകിയ ഹർജി ഡിസംബർ 13 പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, സൗദി. സൗദിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷം 4,76,000 പരിശോധനകൾ നടത്തിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തിയത്. സൗദിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷം 4,76,000 പരിശോധനകൾ നടത്തിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തിയത്. തൊട്ടുപിന്നിൽ മക്ക പ്രവിശ്യയാണ്. അതേസമയം സൗദിയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് മന്ത്രാലയത്തിന് പുറത്തുള്ള മറ്റ് സൗദി സ്വദേശികളെയും നിയമിച്ചേക്കും. സൗദി തൊഴിൽ മന്ത്രിയായിരിക്കും ഇവരെ പരിശോധനയ്ക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുക. രാജ്യത്തെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിന് മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ടർമാരല്ലാത്തവരെ നിയമിക്കാൻ അർഹതയുണ്ടായിരിക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്ഥാപനങ്ങൾക്ക് പിഴയിടുന്ന സംഖ്യയുടെ 25% തുക പരിശോധന നടത്തുന്ന ഈ സ്വദേശികൾക്ക് നൽകാനും അവകാശമുണ്ടായിരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ സ്ഥാപനങ്ങളിൽ സംയുക്തമായി പരിശോധന നടത്തുന്നതിന് സൗദി തൊഴിൽ മന്ത്രാലയവും സൗദി ആഭ്യന്തര മന്ത്രാലയവും അടുത്ത ദിവസം യോഗം ചേർന്ന് പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദമാം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 4ാം സീസൺ ദുബായിൽ ആരംഭിച്ചു. ദുബായ് എമിറേറ്റ്സ് 7 സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ദുബായ് എമിറേറ്റ്സ് 7 സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസ് മുൻ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ ക്രിസ് ഗെയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ക്രിസ് ഗെയിൽ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് ലീഗിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യ ദിനം 2 മത്സരങ്ങളാണ് അരങ്ങേറിയത്. കൊല്ലം നൈറ്റ് റൈഡേഴ്സും മലപ്പുറം സുൽത്താൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ കൊല്ലം നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. ട്രിവാൻഡ്രം ടൈറ്റൻസും കണ്ണൂർ റോയൽസും തമ്മിലുള്ള മത്സരത്തിൽ കണ്ണൂർ റോയൽസ് 6 വിക്കറ്റിന് വിജയം കണ്ടു. ദുബായ് ക്രിക്കറ്റ് കൗൺസിലിന്റെയും ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണത്തോടെ സീഷൽ ഇവന്റ്സ് ആണ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത്. ക്രിക്കറ്റ് രംഗത്തെ യുവപ്രതിഭകളെ വാർത്തെടുക്കുകയാണ് ടൂർണമെന്റിലെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. ദുബായിലെ ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് കേരള ക്രിക്കറ്റ് ലീഗ്. കഴിഞ്ഞ 3 വർഷങ്ങളിലും ക്രിക്കറ്റ് ലീഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. 14 ജില്ലകളെ പ്രതിനിധീകരിച്ചുള്ള ടീമുകളും 2 ക്ലബ്ബുകളുമാണ് KCL-ൽ അണിനിരക്കുന്നത്. ഡിസംബർ 18-നാണ് ഫൈനൽ മത്സരം. ന്യൂസ് ബ്യൂറോ, ദുബായ്. പ്രമുഖ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ ക്ലിക്കോൺ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മുൻ ഇന്ത്യൻ അംബാസഡർ TP ശ്രീനിവാസൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മിഡിൽ ഈസ്റ്റിലെയും ഇന്ത്യയിലെയും പ്രമുഖ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ ക്ലിക്കോൺ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ അനീഷ സൂസൻ ജോൺസണാണ് 1 വർഷത്തെ സ്കൂൾ ഫീ അടങ്ങുന്ന സ്കോളർഷിപ്പ് വിജയിയായത്. മുൻ ഇന്ത്യൻ അംബാസഡർ TP ശ്രീനിവാസൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ രീതികളിൽ വരുത്തേണ്ടതും വരാൻ പോകുന്നതുമായ മാറ്റങ്ങളെക്കുറിച്ച് TP ശ്രീനിവാസൻ സംസാരിച്ചു. ക്ലിക്കോൺ ഹെൽത്തി കിച്ചൺ സീരീസിലെ ഏറ്റവും നവീനമായ ക്ലിക്കോൺ എയർ ഷെഫിന്റെ വിപണനോദ്ഘാടനവും നടന്നു. ക്ലിക്കോൺ CEO ടോം തോമസ്, GM വിനീത് പണിക്കർ, കാലിബർ MD ശ്രീവിദ്യ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ദുബായിലെ ബൽഹൂൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ബൽഹൂൽ ലൈഫ് കെയറിന്റെ കീഴിലുള്ള ദേരയിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ബൽഹൂൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ ഡോക്ടർ അനിത ഷെട്ടി, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അശോക് ലോധ, ഡോക്ടർ ഷെറിൻ എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച മഴവില്ല് 2015 ചിത്രരചനാ മത്സരം വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ടും വരകൾ കൊണ്ടും വർണ്ണാഭമായി. കുവൈറ്റിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും 1000-ഓളം കുട്ടികളാണ് ചിത്രരചനാ മത്സരത്തിനായി ഖൈതാൻ കാർമൽ സ്കൂളിൽ എത്തിച്ചേർന്നത്. മത്സരങ്ങൾ ഇന്ത്യൻ എംബസി പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെക്രട്ടറി AK ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി തുടരുന്ന സിറിയൻ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനെക്കുറിച്ച് സൽമാൻ രാജാവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തുർക്കിയിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ചർച്ച നടത്തും.
വർഷങ്ങളായി തുടരുന്ന സിറിയൻ സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനെക്കുറിച്ച് തിരുഗോള സേവകൻ സൽമാൻ രാജാവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ച നടത്തും. തുർക്കിയിലെ അന്റാലിയയിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും ചർച്ച നടത്തുക. വ്ളാഡിമിർ പുടിനും സൽമാൻ രാജാവും പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും സിറിയൻ സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനുമായി തുർക്കിയിൽ ഇരുവരും ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുക. ഭീകരവിരുദ്ധ പോരാട്ടം, അഭയാർത്ഥി പ്രശ്നം എന്നിവയടക്കമുള്ള വെല്ലുവിളികളെക്കുറിച്ചും പുടിൻ സൽമാൻ രാജാവുമായി ചർച്ച ചെയ്യുമെന്ന് റഷ്യൻ വൃത്തങ്ങൾ പറഞ്ഞു. അന്റാലിയയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗാനുമായും സിറിയൻ പ്രശ്നത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് ചർച്ച നടത്തും. ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ, US പ്രസിഡന്റ് ബരാക് ഒബാമയുമായും റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. കൊച്ചുകുട്ടികളുടെ പാട്ടും കളികളും ആർപ്പുവിളികളും ഒക്കെയായി OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി ശിശുദിനം ആഘോഷിച്ചു. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ 126ാം ജന്മദിനം ബത്ത സഫ മക്ക ഓഡിറ്റോറിയത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അജയൻ നെഹ്റുവിന്റെ കാരിക്കേച്ചർ വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ക്യൂസ് മാസ്റ്റർ ചന്ദ്രകാന്ത് മുഖ്യ പ്രഭാഷണം നടത്തി. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ദ്വിദിന വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ അബുസലിമിന്റെ അധ്യക്ഷതയിൽ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വിദേശ വിഭാഗം എഡിറ്റർ അവാദ് മുഹമ്മദ് അൽ മാലിക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ദ്വിദിന വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ അബ്ദുസല്ലമിന്റെ അധ്യക്ഷതയിൽ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വിദേശ വിഭാഗം എഡിറ്റർ അവാദ് മുഹമ്മദ് അൽ മല്ലിക്കി ഉദ്ഘാടനം നിർവഹിച്ചു. പുതുമ നിറഞ്ഞതും ആനുകാലിക പ്രസക്തവുമായ നിരവധി വിഷയങ്ങളെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു. സയൻസ്, ഗണിതം, പരിസ്ഥിതി, കൊമേഴ്സ്, ചരിത്രം, സംസ്കാരം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലായാണ് വിദ്യാർത്ഥികൾ പ്രദർശനങ്ങൾ ഒരുക്കിയത്. വിവിധ ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതായിരുന്നു പ്രദർശനത്തിനായി ഒരുക്കിയിരുന്ന വിഷയങ്ങൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തെളിയിക്കുന്നതിനായി കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും അതിനായി കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. പഠന വിഷയങ്ങൾക്ക് പുറമെ ഇന്ത്യയുടെയും സൗദിയുടെയും സാംസ്കാരിക തനിമയും ചരിത്രവും അടയാളപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. 9 മുതൽ 12 വരെയുള്ള ആൺകുട്ടികളിൽ നിന്നും 100 കണക്കിന് പേർ പ്രദർശനത്തിൽ പങ്കാളികളായി. പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ദമാമിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ പ്രദർശനം ഇന്ന് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. ജുബൈൽ നവയുഗം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന KC പിള്ള മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിന്റെ വാശിയേറിയ 3ാം മത്സരത്തിൽ സാറ്റ്കോയ്ക്കെതിരെ ഉദയ ക്ലബിന് ഗംഭീര ജയം. ആദ്യ സെറ്റിൽ തന്നെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച സാറ്റ്കോയ്ക്ക് നിർഭാഗ്യം കൊണ്ടാണ് സെമിയിൽ കടക്കാൻ കഴിയാതെ പോയത്. ആദ്യ സെറ്റ് 25-16 സ്കോറിന് ഉദയും, രണ്ടാം സെറ്റിൽ 29-27 സ്കോറിന് സാറ്റ്കോയും ഒപ്പത്തിനൊപ്പം നിന്നെങ്കിലും മൂന്നാമത്തെ സെറ്റിൽ 25-22 സ്കോറിന് ഉദയ മുന്നിലെത്തി സെമിയിൽ പ്രവേശിക്കുകയായിരുന്നു. നവോദയ അൽഹസ കുടുംബവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ ക്ലാസ് ആരംഭിച്ചു. കുടുംബവേദി പ്രസിഡന്റ് V. അയ്യപ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ സാംസ്കാരിക വിഭാഗം കൺവീനർ K. ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് സത്യൻ കണ്ണൂർ, ബാലവേദി ജോയിന്റ് കൺവീനർ രശ്മി അനിൽ, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ബേബി ഭാസ്കർ എന്നിവർ സംസാരിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും 2 മണി മുതൽ 4 മണി വരെ ക്ലാസുകൾ നടക്കും. ഖസീം പ്രവാസി സംഘം സഫ്ര യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബുറൈദയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് ഖസീം ബ്ലഡ് ബാങ്ക് മേധാവി അബ്ദുള്ള ഗദ്ദീർ അൽ ഹർബി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരായ ഡോക്ടർ മൗസൻ, കാസിം അൽ ഹമാദ് എന്നിവർ സംബന്ധിച്ചു. വർദ്ധിപ്പിച്ച കൂലി നൽകാനാകില്ലെന്ന് തോട്ടം ഉടമകൾ. നികുതി ഇളവ് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വാക്കുപാലിച്ചില്ലെന്നും നാളത്തെ PLC യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ തോട്ടം അടച്ചുപൂട്ടേണ്ടി വരുമെന്നും തോട്ടമുടമകൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം പാടില്ലെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഒത്തുതീർപ്പിന് തയ്യാറായത് എന്നും തോട്ടം ഉടമകൾ വ്യക്തമാക്കി. സംസ്ഥാന വ്യാപകമായി നടന്ന തോട്ടം തൊഴിലാളികളുടെ സമരം അവസാനിപ്പിക്കാൻ PLC യോഗം ചേർന്ന് പ്രഖ്യാപിച്ച വേതന വർധനവ് നടപ്പാക്കാനാകില്ലെന്നാണ് തോട്ടമുടമകളുടെ നിലപാട്. വർദ്ധിപ്പിച്ച കൂലി ഇപ്പോൾ നൽകാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കഴിഞ്ഞ PLC യോഗത്തിൽ വേതന വർധനവ് അംഗീകരിച്ചതെന്നും അസോസിയേഷൻ ഓഫ് പ്ലാന്റേഷൻസ് കേരള പ്രസിഡന്റ് C. വിനയരാഘവൻ പറഞ്ഞു. പല ഇലക്ഷനുകളും വരുന്നതുകൊണ്ട് സർക്കാർ ഞങ്ങളെ വന്നിട്ട് പറഞ്ഞ് ഈ പറഞ്ഞ 301 രൂപ 302 രൂപ സമ്മതിക്കാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിതരായി. അത് ഞങ്ങളുടെ ഒരു വോളണ്ടറി ആയിട്ട് ഞങ്ങൾ എഗ്രി ചെയ്തതല്ല. അതൊരു അന്നത്തെ പ്രത്യേക സിറ്റുവേഷനിലാണ് വന്നത്.
PLC യോഗത്തിൽ സർക്കാർ ഉറപ്പു നൽകിയ നികുതി ഇളവടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടില്ല. അവ നടപ്പാക്കിയാൽ തന്നെ ഘട്ടം ഘട്ടമായി മാത്രമേ കൂലി വർദ്ധിപ്പിക്കാനാകൂ. നാളെ നടക്കുന്ന PLC യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തോട്ടങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വിനയരാഘവൻ വ്യക്തമാക്കി. അതേസമയം PLC യോഗത്തിൽ അംഗീകരിച്ച വർദ്ധിപ്പിച്ച കൂലി നൽകിയില്ലെങ്കിൽ തോട്ടങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. അതേസമയം തോട്ടമുടമകളും സർക്കാരും ഒത്തുകളിക്കുകയാണെന്നും തോട്ടങ്ങൾ സർക്കാർ പിടിച്ചെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഈ തോട്ടം ഉടമകളുടെ ഭീഷണി കേരള ഗവൺമെന്റുമായിട്ട് ഉള്ളൊരു ഒത്തുകളിയാണെന്ന് വേണം കരുതാൻ. ഗവൺമെന്റിന്റെ സ്ഥലമാണ് ഇവന്മാരെല്ലാം കൈവച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ സ്ഥലം ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുക്കാതെ ഇവന്മാരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ കഴിയില്ല. വർദ്ധിപ്പിച്ച വേതനം ലഭിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് തോട്ടം തൊഴിലാളികളും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തോട്ടം തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിക്കാനുള്ള നിയമാനുസൃത ഉത്തരവാദിത്വം തോട്ടം ഉടമകൾക്കുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തോട്ടം ഉടമകളും സർക്കാരും തൊഴിലാളികളെ കബളിപ്പിക്കുകയാണെന്നും തോട്ടം സമരം CPIM ഏറ്റെടുക്കുമെന്നും കോടിയേരി പറഞ്ഞു. തോട്ടം ഉടമകളും ഗവൺമെൻറ്റും കൂടി തൊഴിലാളികളോട് സ്വീകരിക്കുന്ന വഞ്ചനാപരമായൊരു സമീപനമാണ്. ഇതുവരെയായിട്ടും ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. മാനേജ്മെൻറ്റ് ഒത്തുതീർപ്പ് നടപ്പാക്കാനും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്കൊരു സമരം മാത്രമേ വഴിയുള്ളൂ. ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും CPMൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കും. ഇതിൽ ഏറ്റവും വലിയ കള്ളക്കളി കളിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അന്ന് മാനേജ്മെൻറ്റുമായിട്ടുണ്ടാക്കിയ കരാർ എന്തായിരുന്നു? തൽക്കാലങ്ങൾ പ്രഖ്യാപിച്ചോ, പിന്നെ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ കാര്യത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള കരാർ, അവർക്ക് കൊടുത്ത വാക്കെന്താണ്, അത് നടപ്പാക്കാത്തതിനെതിരായി സർക്കാർ ശക്തമായ നടപടി. KM മാണിക്ക് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തെളിഞ്ഞു. ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് പരാമർശം. രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലത്ത് പരാമർശമുണ്ട്. മാണിക്ക് പണം നൽകിയ ദിവസം രാവിലെ ബാർ ഉടമകളും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് JDU അടവ് നയം സ്വീകരിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ഐക്യ ജനതാദളിന്റെ മുതിർന്ന നേതാവ് വർഗീസ് ജോർജാണ് സംസ്ഥാനത്ത് പാർട്ടി UDF വിരുദ്ധ നിലപാട് സ്വീകരിച്ചതായി പീപ്പിളിനോട് വെളിപ്പെടുത്തിയത്. ദേശീയ രാഷ്ട്രീയം മാറുന്ന സാഹചര്യത്തിൽ കേരളത്തിലും മാറ്റമുണ്ടാകും എന്ന MP വീരേന്ദ്രകുമാറിന്റെ പ്രസ്താവനയുടെ ചുവട് പിടിച്ചുള്ള വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിന് ലീഗിന്റെ അന്ത്യശാസനം. PK രാഗേഷിന്റെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കണം എന്ന ലീഗിന്റെ അന്ത്യശാസനം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. PK രാഗേഷിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഭരണം നേടിയാലും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടരുമെന്നും ഭരണമെന്നും പ്രതിസന്ധിയിലാകും എന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബംഗാളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് സീതാറാം യെച്ചൂരി. ബംഗാളിൽ തൃണമൂൽ BJP രഹസ്യധാരണയാണെന്നും സീതാറാം യെച്ചൂരി. കൊൽക്കത്ത പ്ലീനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 36 പൈസയും ഡീസലിന് 87 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. ഭീകരവാദത്തിനെതിരെ മാനവരാശി ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. അതേസമയം തുർക്കിയിലും IS ചാവേർ ആക്രമണമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. G20 ഉച്ചകോടി നാളെ തുർക്കിയിലെ അന്ത്യാലയിൽ നടക്കാനിരിക്കെയാണ് സ്ഫോടനം. ഉച്ചകോടിയുടെ വേദിയിൽ ലോക നേതാക്കളുമായി ആഗോള സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മോദി പറഞ്ഞു. 3 ദിവസത്തെ ബ്രിട്ടീഷ് സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി തുർക്കിയിൽ എത്തിയത്.